അപ്രതീക്ഷിതമായി ഒന്നും തന്നെ സംഭവിച്ചില്ല. ചൂതിനായി പാണ്ഡവർ ഹസ്തിനപുരത്തെത്തി. ഒരു പരാജിതന്റെ എല്ലാ വാശിയോടെയും കൗര്യത്തോടെയും ധർമ്മപുത്രർ പൊരുതിയെങ്കിലും ശകുനിക്ക് മുൻപിൽ പരാജിതനായി. ചൂത് യുദ്ധം പോലെ തന്നെയാണ്. തോൽവിയും മരണവും ഉറപ്പായാൽ പോലും അവസാനത്തെ ശ്വാസം വരെ പൊരുതാനുള്ള വാശിയുണ്ടാകും കേമന്മാർക്ക്. അല്ലാത്തവർ വേഗം പിന്തിരിയും. ഇവിടെ ധർമ്മപുത്രർ പിൻവാങ്ങാൻ കൂട്ടാക്കുന്നില്ല. അപാര മനോധൈര്യം തന്നെ. കളി അവസാനിപ്പിച്ച് പൂർണ്ണ പരാജിതനായി ലജ്ജയോടെ ശിരസ് കുരിച്ചു നിൽക്കുന്ന ധർമ്മപുത്രരോടായി ശകുനി ഉറക്കെ പറഞ്ഞു, ധർമാത്മജ, ചൂതിൽ താങ്കൾ തോറ്റിരിക്കുന്നു. ഇനി വ്യവസ്ഥ പ്രകാരം 12 കൊല്ലം വനവാസത്തിന് ശേഷം 1 വർഷം അജ്ഞാതവാസത്തിനുമായി ഒരുങ്ങിക്കൊള്ളുക. ധർമ്മപുത്രർ നിശബ്ദനായി നിന്നതേയുള്ളൂ. സദസ്സിലാകട്ടെ ഒരു ശബ്ദവും ഉയർന്നില്ല. അല്പനേരം കൊണ്ട് തന്നെ പാണ്ഡവർ അകത്തുപോയി ലളിത വസ്ത്രങ്ങൾ അണിഞ്ഞ് തിരികെ വന്നു. അപ്പോൾ അവരെ നോക്കി ആ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത വിധം ദുശാസനൻ പറഞ്ഞു, ഇപ്പോൾ എന്റെ ജ്യേഷ്ഠൻ ഇതിലില്ലാത്ത ചക്രവർത്തിയായിരിക്കുന്നു. പാണ്ഡവർ പതിരായ എള്ളുപോലെയും. ആ പരിഹാസം സുയോധനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഒരു നോട്ടം കൊണ്ട് അവനെ താക്കീത് ചെയ്തു. ദുശാസനൻ നിശബ്ദനായി. അപ്പോൾ ഭീമൻ ക്രുദ്ധനായി ശബ്ദമുയർത്തി, ദുശാസന, നീ അസഭ്യം പുലമ്പുന്നു. വാക്കുകൾ കൊണ്ട് മർമ്മപ്രകരം നടത്തുന്ന നിന്നെ ഞാൻ യുദ്ധത്തിൽ മർമ്മം പിളർന്നു കൊല്ലും. അത് കേട്ട് ഏവരും ഭയന്നു. എന്നാൽ പതിവ് പോലെയുള്ള ഭീമന്റെ ഒരു വീരവാദം മാത്രമായേ അത് സുയോധന് തോന്നിയുള്ളൂ. അയാൾ ചോദിച്ചു, യുദ്ധമോ? ഇവിടെ യുദ്ധത്തെപ്പറ്റി എന്തിനു ചിന്തിക്കുന്നു? ആ ചോദ്യം ഭീമനെ കൂടുതൽ കോപിപ്പിച്ചു. അയാൾ സുയോധന് സമീപം വന്ന് ഉച്ചത്തിലറി, യുദ്ധമുണ്ടാവുക തന്നെ ചെയ്യും. നിന്നെ തോൽപ്പിക്കാനുള്ള അവസാനത്തെ യുദ്ധം. അന്ന് ഇവനൊപ്പം ഞാൻ നിന്നെയും കൊല്ലും. എന്നിട്ടും അയാൾ അടങ്ങിയില്ല. സദസ്സിനെ നോക്കി അയാൾ തുടർന്നു, എല്ലാവരും കേട്ടുകൊള്ളുവിൻ. യുദ്ധം, മഹായുദ്ധം അടുത്തു കഴിഞ്ഞു. കൗരവരെ മുച്ചൂട് മുടിക്കുന്ന യുദ്ധം. തുടർന്ന് അയാൾ വിറയ്ക്കുന്ന ശരീരത്തോടെ കണ്ണുകൾ ചുവന്നു കലങ്ങി എല്ലാവരെയും ഒരു വട്ടം കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മറ്റു പാണ്ഡവർ അയാളെ പിന്തുടർന്നു. കുന്തി വിതുകൾക്കൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. പാണ്ഡവരെ യാത്രയാക്കാൻ വൻ ജനാവലി തന്നെയാണ് തടിച്ചുകൂടിയത്. അതൊന്നും കാണാൻ സുയോധനൻ നിന്നില്ല. അയാൾ മുറിയിൽ തന്നെ ഇരുന്നതേയുള്ളൂ. വൈകുന്നേരമായപ്പോഴേക്കും എല്ലാം ശാന്തമായി തുടങ്ങിയിരുന്നു. അന്തഃപുരത്തിലെ തേങ്ങലടികൾ നിലച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ വിതുരർ ധൃതരാഷ്ട്രോട് വഴക്കിട്ട് പാണ്ഡവരെ കാണാൻ വനത്തിലേക്ക് പുറപ്പെട്ടത് വീണ്ടും അസ്വസ്ഥതയ്ക്ക് കാരണമായി. ആ സമയത്താണ് കർണൻ സുയോധനെ കാണാനെത്തിയത്. അല്പനേരം ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ കർണൻ സംസാരിച്ചു തുടങ്ങി. സുയോധന, സംഭവിക്കാനുള്ളത് നടക്കാതിരിക്കില്ല. ഇനി അതിൽ ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. നീ ഇനി ചക്രവർത്തിക്ക് ചേർന്ന വിധം പ്രവർത്തിക്കുക. സുയോധനൻ ഒന്നും പറഞ്ഞില്ല. കർണൻ തുടർന്നു, യുദ്ധപ്രഖ്യാപനം നടത്തിയാണ് അവർ പോയത്. അതിനാൽ നാം കരുതിയിരിക്കണം. നാം ആഗ്രഹിക്കുന്നില്ലെങ്കിലും യുദ്ധം അനിവാര്യമായേക്കാം. ഹസ്തിനപുരം ഒരു ധീമാനിൽ അർപ്പിച്ചു ഭരിക്കുന്നതാവുമെന്ന്. കർണന്റെ വാക്കുകൾ സുയോധന് മനസ്സിലായില്ല. അയാൾ കർണനെ സംശയത്തോടെ നോക്കി. കർണൻ പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നത് രാജ്യം മഹാശക്തനായ ദ്രോണർക്ക് നിവേദിക്കാനാണ്. സുയോധനൻ അത് അത്ഭുതത്തോടെയാണ് കേട്ടത്. ദ്രോണർ കർണനെ അപമാനിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും കർണന്റെ നിർബന്ധപ്രകാരം സുയോധനൻ ദ്രോണരെ പോയി കണ്ടു. അദ്ദേഹം കുളിയും ഭക്ഷണവും കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. കർണനും സുയോധനും അദ്ദേഹത്തെ വന്ദിച്ചു. ദ്രോണർ അവർ പ്രത്യഭിവാദം ചെയ്തുകൊണ്ട് ആഗമനോദ്ദേശം ആരാഞ്ഞു. കർണന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, പാണ്ഡവർ അവധ്യരാണെന്നാണ് കേൾവി. എന്നാൽ ഞാൻ എന്നെ അഭയം പ്രാപിക്കുന്നവരെ കൈവിടിയുകയില്ല. കൂറുപാർത്ത് കൂട്ടുതേടിയ നിങ്ങളെ ഞാൻ സഹായിക്കും. അദ്ദേഹം ശയനമുറിയിൽ അല്പനേരം ഒന്ന് ഉലാത്തിക്കൊണ്ട് തുടർന്നു, നിർഭാഗ്യവശാൽ പാണ്ഡവർ ഇന്നെനിക്ക് ശത്രുക്കളാണ്. കാരണം എന്റെ കൊടിയ എതിരാളിയായ ദ്രുപദൻ അവർക്കിന്ന് ബന്ധുവാണ്. പിന്നെ സുയോധനെ സമീപിച്ച് അദ്ദേഹം തുടർന്നു, പാണ്ഡവരെ നാടുകടത്തി എന്നതുകൊണ്ട് മാത്രം ഒന്നുമായില്ല. സുഖം ക്ഷണികമാണ് സുയോധന. ധാരാളം യജ്ഞങ്ങൾ ചെയ്യണം, പണം ഒഴുക്കണം. നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും. ദ്രോണർ അവരെ അനുഗ്രഹിച്ച് തിരിച്ചയച്ചു. മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വാതിൽക്കൽ ദുശാസൻ നിൽക്കുന്നു. ഉടൻ അയാളോട് സുയോധനൻ പറഞ്ഞു, നീ നാളെ തന്നെ പാണ്ഡവർ ഒഴിഞ്ഞുപോയ കാണ്ഡവപ്രസ്ഥത്തിന്റെ അധികാരം ഏറ്റെടുക്കുക. 14 വർഷം കഴിഞ്ഞ് അവർ വരുമ്പോൾ ഇതേപടി തന്നെ തിരിച്ചു നൽകാനുള്ളതാണ്. അവിടെ വിപുലീകരണങ്ങളല്ലാതെ നശീകരണങ്ങളൊന്നും ഉണ്ടാകരുത്. അപ്പോൾ കർണൻ പറഞ്ഞു, അജ്ഞാതവാസത്തിനിടയിൽ പിടിക്കപ്പെട്ടാൽ പിന്നെയും 12 വർഷം വനവാസം വിധിച്ചത് മറക്കരുത്. അത് കേട്ട് സുയോധനൻ പറഞ്ഞു, അതെനിക്കും ഓർമ്മയുണ്ട്. പാണ്ഡവർ വാക്ക് തെറ്റിച്ചാൽ ഒരു തുണ്ട് ഭൂമി പോലും ഞാൻ അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. അത്രയും പറഞ്ഞ് സുയോധനൻ നടന്നു മറഞ്ഞു. കർണനും ദുശാസനും
ഒന്നും മിണ്ടാതെ അത് നോക്കി നിന്നു.